1 രാജാക്കന്മാർ അധ്യായം 14. ജെറോബോവാമിന് ശിക്ഷ. അക്കാലത്ത് ജെറോബോവാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്നു പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്തു സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യം നിമിത്തം കണ്ണ് മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിൻ്റെ ഭാര്യ അകത്തു വരൂ. നീ വേറൊരുവളായി നടിക്കുന്നതെന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീ ആകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു, എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറോബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേലിൽ ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരും ആയ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും. ജെറോബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിംപ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇതരുളി ചെയ്തത്. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറോബോവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോബോവാമിൻ്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറോബോവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ഇസ്രായേൽ അഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്തു നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ചു കളയുകയും ചെയ്യും. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവെടിയും. ജെറോബോവാമിൻ്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തൻ്റെ ദാസനായ അഹിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു. ജെറോബോവാമിൻ്റെ മരണം. ജെറോബോവാമിൻ്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെ മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറോബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. മകൻ നാദാബ് രാജാവായി. യൂദാ രാജാക്കന്മാർ. റഹോബോവാം. സോളമൻ്റെ മകൻ റഹോബോവാം ആണ് യൂദായിൽ വാണിരുന്നത്. ഭരണം ഏൽപ്പിക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ 17 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി. എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അഷേര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിയകറ്റിയ ജനകഥകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. റഹോബോവാമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെ ആക്രമിച്ചു.
ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. റെഹോബോവാം അവയ്ക്ക് പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽ പടത്തലവന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു. റെഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റെഹോബോവാമും ജെറോബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. റെഹോബോവാം മരിച്ച് തന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അമ്മോന്യയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. അവന്റെ മകൻ അബിയാം ഭരണമേറ്റു. ദൈവവചനമാണ് നാം കേട്ടത്.